ഇപ്പൊ മമ്മൂക്കായിട്ട് ഫസ്റ്റ് ഇത്രയും വലിയൊരു ആക്ടറാണ്. മമ്മൂക്കായിട്ട് ഫസ്റ്റ് അഭിനയിക്കുന്ന ഈവൻ ഞാൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് എനിക്ക് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ മൂവി ചെയ്യുമ്പോൾ മമ്മൂക്കയെ പോലെ ഇതേപോലെ ഒരു നമ്മളൊരു ഹെൽപ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അത്ര ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. ടെസ്സയുടെ എങ്ങനെയായിരുന്നു? എനിക്ക് മമ്മൂക്കയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ആ ചാനലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ 2-3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറെ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര കൂളായിട്ട് മമ്മൂക്ക എനിക്ക് നമ്മുടെ ആളാണെന്നുള്ള രീതിയിലാണ് ഫ്രണ്ട്ലി ആയിരുന്നു. ഓക്കെ. ബിജുവേട്ടനോ? ബിജുവേട്ടൻ അത്ര സംസാരിക്കത്തില്ലായിരുന്നു ഇനിഷ്യലി. ഇല്ല, ആദ്യമേ ഭയങ്കര ഒരു ബിജുവേട്ടൻ തലയിൽ കിട്ടില്ല അങ്ങനെയൊക്കെ വെച്ചിട്ട് പോവുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കമ്പനിയാണ്. പിന്നെ മാത്രമല്ല ബിജുവേട്ടൻ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര ഒരു സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ. അപ്പൊ എന്റെ വിചാരം ഇദ്ദേഹം ഒരു ഭയങ്കര സീരിയസ് മനുഷ്യനാണ്. പിന്നെയാണ് ഭയങ്കര അതിലാണ് ആക്ച്വലി അപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായത്. കമ്പനിയാണ്. പിന്നെ അന്നൊക്കെ എന്നാന്ന് വെച്ചാൽ എല്ലാവരോടും ഈ ഇങ്ങനെ ഇതുപോലെ ഈ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, കാരവൻ ഇല്ല. അപ്പൊ എല്ലാവരും ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ ഓരോ ഷോട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദാവാനായിട്ടൊക്കെ നല്ല. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നു നമ്മൾ ഷോട്ട് കഴിഞ്ഞോണ്ടേ കാരവനിൽ പോകുന്നു. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരം. അപ്പൊ അതൊക്കെ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു കേട്ടോ അന്ന്. സെക്കൻഡ് വരവില് എങ്ങനെയായിരുന്നു സെക്കൻഡ് വന്നേ? സെക്കൻഡ് എൻട്രി ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിന്റെ മൂവി കൂടെയാ വന്നേ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഗോൾഡ് കോയിൻസ് എന്നും പറഞ്ഞൊരു മൂവി വന്നു. പിന്നെ VM വിനുവിന്റെ അല്ലല്ല അതൊരു ഗോൾഡ് കോയിൻസ് ചെറിയൊരു മൂവി. പിന്നെ അതിനുശേഷം മറുപടി എന്ന് പറഞ്ഞ VM വിനു സാറിന്റെ ഒരു മൂവി വന്നു. അങ്ങനെ എല്ലാം ചെറിയ ചെറിയ. പക്ഷെ അതൊക്കെ എന്ത് പറ്റിയെന്ന് ഒരു ഡിമോണിറ്റൈസേഷന്റെ സമയം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്ന് കുറെ മുങ്ങിപ്പോയ കുറച്ച് മൂവീസ് ആണ് അതിന്റെ ഇടയ്ക്ക് ഇനിഷ്യലി വന്ന സമയത്തൊക്കെ. പിന്നെ അതിനുശേഷമാണ് സീരിയൽ വന്നത്. സീരിയൽ വാസ് എ ബിഗ് ഹിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ്കോമിലേക്ക് വന്നു. അങ്ങനെ വിളിച്ചതാണോ? അതെ അതെ അതെ. ഓക്കെ. എപ്പം ഇവിടെ അല്ലല്ലോ, നാട്ടിലല്ലല്ലോ ടെസ്? ഞാൻ അബുദാബിയിലാ കെട്ടിച്ചങ്ങ് അബുദാബി. ഇനി മിക്കവാറും എനിക്ക് വീട്ടില് അമ്മയുടെ ഇത് ഭക്ഷണം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നെ പറ്റി മാക്സിമം കുറ്റം പറഞ്ഞേച്ചാ നീ ഒന്നും തിന്നണ്ടെന്ന് പറഞ്ഞേച്ച അമ്മ പിഴകി കിടക്കും. ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ പാക്ക് ചെയ്തൊന്നും അല്ല അമ്മ ഓക്കെ. അപ്പൻ ഭയങ്കര സപ്പോർട്ടാ. പിന്നല്ലേ അമ്മയ്ക്ക് ഇപ്പൊ ആക്ച്വലി അമ്മയും അഭിനയിക്കും. അമ്മയും ചില മൂവീസിലൊക്കെ പോയി തലയൊക്കെ കാണിച്ചിട്ടുണ്ട്. ജിസിന്റെ മൂവിയിൽ കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പനും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് എന്നെക്കാട്ടിലും കൂടുതൽ അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിൽ ഞാൻ ഏത് അംഗീകരിക്കണം? മോളെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ് കട്ടക്ക് എതിര് നിന്ന മമ്മി ഇപ്പൊ അമ്മ കംപ്ലീറ്റ് അഭിനയിക്കും. പക്ഷെ അമ്മ ഇപ്പോഴും എന്നാ പറയും, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ടച്ച് വുഡ് ഒരു ഹാപ്പി മാരീഡ് ലൈഫാണ്. അപ്പൊ അമ്മ പറയുന്നത് കണ്ടോ നീ അതുകൊണ്ടാണ് നീ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്തെ പുള്ളി ഡൽഹി ജനിച്ചു വളർന്ന ആളാ. പുള്ളി വന്ന ഉടനെ എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ വൈ ഡിഡ് യു സ്റ്റോപ്പ് വിത്ത് വൺ മൂവി എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇയാള് മതി, എനിക്ക് ഇനി ചോദ്യമില്ല, ഞാൻ ഒന്നുമില്ല. അതെ, അപ്പോഴേ മനസ്സിലായി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നൊക്കെ. പിന്നെ പിള്ളേര് ചെറുതായിരിക്കുമ്പം എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതൊരു പേടിയായിരുന്നു. Let's cook with love.